എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ ടെമോ എന്ന് പറയുന്ന ആപ്പിൽ നിന്നും കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചേറെ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് ഗാർഡനിങ്ങും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാനിവിടെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കുന്നതായിരിക്കും. ഈ ടീമോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയായിരിക്കും, ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. ഇതിൽ എല്ലാ സാധനങ്ങളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോഴും ഈ ആപ്പിൽ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ കൂപ്പൺ ബണ്ടിലുകൾ കാണും. 25%, 50% ഓഫ്, അങ്ങനെ മിക്കപ്പോഴും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസിൽ നമുക്ക് കുറേ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെയും ഈ ടീമോയിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ കാണിക്കുന്ന ഈ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ $100 ഒരു കൂപ്പൺ ബണ്ടിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസിങ്ങിൻ്റെ സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് വേണം അത് സെലക്ട് ചെയ്യാനായിട്ട്. അല്ലാതെ ഫോട്ടോ കണ്ടിട്ട് ഐറ്റം സെലക്ട് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഞാൻ എന്തൊക്കെയാണ് മേടിച്ചതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ്. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ടാണ്. ഇത് കണ്ടാൽ നല്ല ഗ്ലാസിൻ്റെ പാത്രം പോലെ ഇല്ലേ, പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ്. $1.60 ഇതിൻ്റെ വില. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പോട്ടല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാനിതിൽ എൻ്റെ ആഫ്രിക്കൻ വയലറ്റ് റീപോർട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പ്ലാന്റിനെ എടുത്ത് ഇതിനകത്ത് വെച്ചു. അടുത്തത് ഇതാണ്. ഇത് എനിക്ക് ചെടികളൊക്കെ റീപോർട്ട് ചെയ്യുമ്പോൾ പുറത്ത് മണ്ണ് പോകാതെ അതിൻ്റെ സൈഡിലൊക്കെ മണ്ണിടാൻ പറ്റുന്ന ഒരു ചെറിയൊരു കപ്പ്. ഇതൊരു മൾട്ടിപർപ്പസ് ഗ്ലൗസ് ആണ്. കുറച്ച് ഹാർഡായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കണമെങ്കിലൊക്കെ ഇത് നല്ലൊരു ഗ്ലൗസ് ആണ്. ഇതുണ്ടല്ലേ, കുറച്ച് കുഷ്യനൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടിട്ട്. അടുത്തത് ഇതൊരു കാർ ഫോൺ ഹോൾഡർ ആണ്. ഇത് കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു $20 ആകുന്നതാണ്. ഇത് കണ്ടിട്ടും തൊട്ടിട്ടും ഒക്കെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് ഇതാണ്. ഇതൊരു ഓയിൽ ഡിസ്പെൻസർ ആണ്. ഇതിനകത്ത് ബ്രഷ് ഉണ്ട്, സിലിക്കൺ ബ്രഷാണിത്. അപ്പോൾ നമുക്കിതിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതിൽ 60 ml വരെ ഓയിൽ നമുക്ക് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേണ്ടപ്പോൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനൊരു ക്യാപ്പും ഉണ്ട്. അപ്പോൾ ഉപയോഗിച്ച ശേഷം നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. ഇതൊരു എയർ ഫ്രയർ ലൈനറാണ്. നമുക്ക് എയർ ഫ്രയറിനകത്ത് എന്തെങ്കിലും സാധനങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കുക്ക് ചെയ്യാൻ പറ്റും. ഇത് വെളുത്തുള്ളി ക്രഷ് ചെയ്യുന്ന ഒരു വെളുത്തുള്ളി ക്രഷറാണ്. ഇത് ഞാനൊന്ന് ഉപയോഗിച്ച് കാണിക്കാം. വെളുത്തുള്ളി ഇതുപോലെ കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് വെച്ച് പ്രസ് ചെയ്യുക, അങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു പ്രഷറൊക്കെ ഉപയോഗിച്ച് ചെയ്തിട്ട് ഇതാകുന്നില്ലായിരുന്നു. പിന്നെ നന്നായിട്ട് ബലം പിടിച്ച് ചെയ്തപ്പോൾ ഇതാ ഫോട്ടോയിൽ കണ്ടതുപോലെ നന്നായിട്ട് കട്ടായി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഞാൻ വിചാരിച്ച അത്രയും സിമ്പിളല്ല. നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് ഈ പ്രസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആ തടിയിലിട്ടൊന്ന് ഉരയ്ക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ അത് ഈസി ആവുമെന്ന് തോന്നുന്നു. അടുത്ത ഒരു ഐറ്റം ഇതാണ്. ഇതൊരു മോസ് പോളാണ്. നമ്മുടെ മണി പ്ലാന്റോ മോൺസ്റ്റെറ പോലുള്ള കുറച്ച് സപ്പോർട്ട് വേണ്ടിയ പ്ലാന്റ്സിനെയൊക്കെ കയറ്റിവിടാൻ പറ്റുന്ന ഒരു പോളാണ് ഇത്. എൻ്റെ കയ്യിലുള്ള മണി പ്ലാന്റ് പോലെയുള്ള ചെടികളൊക്കെ കയറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത്. ഇത് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ളതാണ് ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇത് നേരെയാക്കി എടുക്കാൻ പറ്റും. ഇത് വേണ്ടല്ലേ. ഇത് നമുക്ക് നേരെ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അതല്ല കുറച്ച് വളഞ്ഞൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് ഷേപ്പാക്കി വെക്കാൻ പറ്റും. ഇതിനൊത്തിരി കട്ടിയില്ല, ഒത്തിരി കനമില്ല. ഇത് ഒരുപാട് വളർന്ന് ഹെവി ആവാത്ത തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ കയറ്റി വിടാനായിട്ട് നല്ലതാണ്. അടുത്തതൊരു ഇലക്ട്രിക് ഗ്രൈൻഡർ സെറ്റാണ്.
അതിൻ്റെ കറക്റ്റായിട്ടുള്ള പ്രൈസ് ഞാനിവിടെ ഇടാം. ഇത് ഉപ്പും മുളകും ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നേഴ്സാണ്. 2 കണ്ടെയ്നേഴ്സാണ്. ഇങ്ങനൊരു ഹോൾഡറും ഉണ്ട്. ഇത് ഉപ്പും കുരുമുളകും ഒക്കെ കുറച്ച് നീറ്റായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇത് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കണ്ടില്ലേ, 4 ബാറ്ററി വേണം ഒരെണ്ണത്തിന് ഒരു കണ്ടെയ്നറിനകത്ത്. ബ്ലാക്ക് ബട്ടണിൽ ഞെക്കുമ്പോൾ ഇത് ഉപ്പും കുരുമുളകും ഒക്കെ നല്ല ഗ്രൈൻഡായിട്ട് പൊടിയായിട്ട് വീഴും. ഇത് സ്റ്റാൻഡിൽ നമുക്കിങ്ങനെ വെക്കുകയും ചെയ്യാം. ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പോട്ടുണ്ട്. അതിനകത്തൂടെ നമുക്ക് ഉപ്പോ കുരുമുളകോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കും ലോക്ക് ആവുന്നതിൻ്റെ. എന്നിട്ട് ഇങ്ങനെ കറുത്ത ബട്ടണിൽ ഞെക്കുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല തരിതരിയായിട്ട് താഴോട്ട് വീഴും. ഈ തരിയുടെ വലിപ്പം നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഫൈനായിട്ടുള്ള പൗഡർ വേണമെങ്കിൽ അങ്ങോട്ട് തിരിച്ചു വയ്ക്കണം. അതല്ല കുറച്ച് വലിപ്പം കൂടിയത് വേണമെങ്കിൽ ഇത് കണ്ടില്ലേ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തത് ഇതാണ്. ഇതൊരു കിച്ചൺ മാറ്റാണ്. ഇത് കുറച്ചും കൂടെ വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു. അതാ പറയുന്നത്, ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ്. നല്ല റബ്ബറിൻ്റെ നല്ല നോൺ സ്ലിപ്പറി ആയിട്ടുള്ള മെറ്റീരിയലാണിത്. കണ്ടില്ലേ, ഇതിനകത്ത് ഹോം എന്നൊരു എഴുത്തൊക്കെ ഉണ്ട്. എനിക്കിതിൻ്റെ കളറും ഇതിൻ്റെ എഴുത്തും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിലും ചെറുതായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. പക്ഷേ നമ്മൾ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് വേണം എല്ലാം സെലക്ട് ചെയ്യാനായിട്ട്. ഡിസ്ക്രിപ്ഷനിൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ നോക്കിയിട്ട് ഐറ്റം സെലക്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയുള്ളത് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ ഓരോന്നും പെട്ടെന്ന് കാണിക്കാം. ഇതൊരു ഐഫോണിൻ്റെ ചാർജിങ് കേബിളാണ്. അത് കണ്ടല്ലോ, നല്ല നീളമുണ്ട്. അപ്പം ഞാനാണിത്. ഇത് ചെടിയൊക്കെ നടുമ്പോൾ നമ്മുടെ പോട്ടിനകത്തുനിന്ന് മണ്ണ് പുറത്തോട്ട് പോകാതിരിക്കാനായിട്ട് ആ ഹോളിൻ്റെ അവിടെ വയ്ക്കുന്ന ഒരു മെഷ് പാഡാണ്. പക്ഷേ ഇതും ഞാൻ കുറച്ചും കൂടെ വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിനകത്ത് സൈസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ സൈസാണ് സെലക്ട് ചെയ്തത്. അതുകൊണ്ടാണ്. മെഷർമെൻറ്റ്സ് നോക്കിയിട്ട് വേണം മേടിക്കാനായിട്ട്. അടുത്തത് ഇതാണ്. ഇത് ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നമുക്ക് ഡിസ്പോസിബിളായിട്ടുള്ള കുപ്പികളിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അടപ്പാണ്. ഇതിന് 2 സൈഡുണ്ട്. ഇതിനകത്തുനിന്ന് 2 രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റും. ചെറിയ രീതിയിൽ ഉള്ള ഇൻഡോർ പ്ലാന്റ്സിനോ അല്ലെങ്കിൽ ബാൽക്കണിയിലിരിക്കുന്ന ചെടികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് ഇത് കുറച്ചുകൂടെ നല്ലത്. ഇൻഡോർ പ്ലാന്റ്സിന് വെള്ളം ഒഴിക്കാനായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്തത് ഇതാണ്. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, ക്ലൈംബിംഗ് ഇൻഡോർ പ്ലാന്റ്സിനെ വാളിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഡബിൾ സൈഡഡ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ടേപ്പും കൂടി ഉണ്ട്. അപ്പോൾ ഒരു ഭാഗം ഇതുപോലെ ഒട്ടിച്ചിട്ട് ഇത് ഭിത്തിയിൽ ഒട്ടിക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ വോളിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അടുത്തായിട്ട് ഒരു വെൽക്രോ ടേപ്പാണ്. ഇത് ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ പോളിലോട്ട് പിടിച്ച് കെട്ടി വെക്കാൻ പറ്റുന്ന ഒരു ടൈ ആണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ അവിടെ ഇരുന്നോളും. ഇത് ഞാനൊന്ന് കെട്ടി കാണിക്കാം. ഇത് കണ്ടില്ല, ഞാൻ ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെച്ചിരുന്നു. പക്ഷേ അത് ഭയങ്കര പാടാണ്. അപ്പോൾ ഇതുപോലെ ഒരു ടൈ ഉണ്ടെങ്കിൽ നല്ല ഈസിയാണ് ഇതിനെയൊക്കെ നന്നായിട്ട് പിടിച്ച് ഈ പോളിൽ ചേർത്ത് നിർത്താനായിട്ട്. ഇതൊരു എഗ് ബീറ്ററാണ്. ഇത് ഒരു സെമി ഓട്ടോമാറ്റിക് എഗ് ബീറ്ററാണ്. ഇലക്ട്രിക് ബീറ്ററൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം പെട്ടെന്ന് എളുപ്പത്തിന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഇതൊരു നല്ല ഐറ്റമായിട്ട് തോന്നി. വാങ്ങിയതിൽ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണിത്. ഇത് കണ്ടില്ലേ, ഇത് ഗ്ലാസ് ടെറേറിയമാണ്. ഇത് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോട്ടാണ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ചെടി വെച്ച് വാളിൽ ഹാങ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ കൂടെ ഇതുപോലെ 2 ഹോൾഡറും കൂടെ തന്നിട്ടുണ്ട്. 2 അല്ല 3 എണ്ണം തന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ ഒന്ന്. അപ്പോൾ ഞാനിത് ചെടിയൊക്കെ ഒന്ന് വെച്ചിട്ട് വോളിൽ ഹാങ് ചെയ്ത് നോക്കുകയാണ്. ഇതുണ്ടല്ലേ, നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മുടെ അവസാനത്തെ ഐറ്റം തുറക്കാൻ പോവാണ്. ഇതൊരു ഹാങ്ങിങ് ചെയറാണ്. ഇത് കണ്ടിട്ട് ക്വാളിറ്റി ഒക്കെ ഉണ്ട്, നല്ല തുണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞങ്ങളുടെ പെർഗോളയിൽ തൂക്കിയിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി, ഇതിൻ്റെ വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതാണ്. 2 പില്ലോയും കൂടെ വെച്ചാലേ ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. പക്ഷേ അതിൽ പില്ലോ കിട്ടത്തില്ലെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു പ്രത്യേകം. ഇത് നമുക്ക് ഔട്ട്ഡോർ ഗാർഡനിലൊക്കെ തൂക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു ചെയറാണ്. എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു ഐറ്റമായിട്ട് തോന്നി. അപ്പോൾ ഇതൊക്കെയാണ് ടിമോ എന്ന് പറയുന്ന ആപ്പിൽ നിന്ന് ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മേടിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾക്ക് കാണാം. കൂടാതെ ഈ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പുതിയ യൂസേഴ്സിന്, പുതുതായിട്ടാണ് നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് $100 ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡനിങ് വീഡിയോസും ഇതുപോലുള്ള കുറച്ച് വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.